Hi friends, welcome back to Learn English Classroom. Friends, today we are discussing the short story Vanga, the first lesson in the last unit. Today we are opening the last unit. In this class, you will get all these things, introduction to the unit and other things as usual. Profile description. Okay, now let's move on. We have already completed 4 units. I think you remember all those stories. Interesting stories were there, screenplay was there, one active play was there, and poems were there, song was there. I think you remember all those things. What were they about, or what are they about? First one was about nature, then films, after that values, and finally self-esteem. Fourth unit, self-esteem. You remember all these things, I think. Now let us move on to the next unit. Do you remember the 4th unit in standard 9? നാലാമത്തെ പാഠം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? What was his name? It was Dawn of Hope. Dawn of Hope. I think you remember the protagonists in the stories. First one was Julian Kopak, and in the second story, the last leaf, you remember John C. Right? Then why do you remember them? They possess some qualities and they faced many difficulties or problems in their life. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. How could they survive? But they survived. How could they survive? Please look at the picture. What do you see there? Right? Who are there? There are 3 people you can see. And then what are they doing? What else do you see there? നിങ്ങൾക്ക് ഇതൊക്കെ ഈ ചോദ്യങ്ങൾ നിങ്ങളോടുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചിന്തിക്കാം, വളരെ ഡൈവേർജൻ്റായി ചിന്തിക്കാം. അവസാനം ഞാൻ പറയുന്ന ആശയത്തേക്ക് എത്തണം എന്നേ ഉള്ളൂ. റെഡി അല്ലേ? വാട്ട് അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട്? യു സീ ഇറ്റ് ഈസ് വെരി ബ്രൈറ്റ്, റൈറ്റ്? There are some rays, or there are beams, or there are rays, or it is very bright. What does it convey? Can you guess the theme of the unit from the picture? കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? What do you see in the picture below? Who is that? നോക്കട്ടെ, ഈ തീമുമായിട്ട് ബന്ധപ്പെട്ട വേറെ സംഗതിയാണ്. You can see a great man. Who is that? I think everyone knows him. That is our Bapuji. And you can see, or let us read what he says. ഒന്ന് വായിക്കുക, കോട്ടൊന്ന് വായിക്ക്. റൈറ്റ്, ടെക്സ്റ്റ് തുറന്നു നോക്കട്ടെ. എല്ലാ കാര്യം ടെക്സ്റ്റിലുണ്ട്. റൈറ്റ്, ഐ തിങ്ക് യു ഹാവ് റെഡ് ഇറ്റ്. സീ, യു മസ്റ്റ് നോട്ട് ലൂസ് ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റി. നമുക്ക് മനുഷ്യകുലത്തിൽ, അല്ലെങ്കിൽ മനുഷ്യത്തെ രണ്ടർത്ഥമുണ്ട് ഹ്യൂമാനിറ്റിക്ക്. മനുഷ്യകുലത്തിൽ, മാൻകൈൻഡ്, വിശ്വാസം നഷ്ടപ്പെടരുത്. ഹ്യൂമാനിറ്റി ഈസ് ആൻ ഓഷ്യൻ. മനുഷ്യകുലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഓഷ്യൻ, ഒരു സമുദ്രം പോലെയാണ്. ഇഫ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഓഷ്യൻ ആർ ഡേർട്ട്, അതിലേതാനും തുള്ളികൾ അഴുക്കായാലും അല്ലെങ്കിൽ അഴുക്കുള്ളതായാലും, ഡേർട്ടി ആയാൽ, അഴുക്കുള്ളതായാൽ, ചീത്തയായാൽ, ദ ഓഷ്യൻ ഡസ് നോട്ട് ബിക്കം ഡേർട്ടി. ഒരിക്കലും ആ സമുദ്രം ഒന്നായിട്ട് അഴുക്കുള്ളതാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു രസകരമായ പറഞ്ഞ ചിന്താത്മകമായ ദിസ് എ തോട്ട് പ്രൊവോക്കിംഗ് കോട്ട്. റെഡി അല്ലേ? ഒരു കാര്യം എന്ന് വ്യക്തമാണ്. യു ക്യാൻ സീ ഇൻ ഹ്യൂമാനിറ്റി ഓർ മാൻകൈൻഡ് ദർ ഈസ് ഓർ ദർ ആർ സം ഡേർട്സ്, ദർ ആർ സം ഡ്രോപ്സ് ഓഫ് ഡേർട്ട്, റൈറ്റ്? കുറേ അഴുക്കുകളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് തിന്മകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അദ്ദേഹം ഊന്നുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര തിന്മകൾ നിറഞ്ഞതാണെങ്കിലും അവിടെ നന്മ ഉണ്ടാവും. ഒന്നായിട്ട് എന്ത് ചെയ്യൂല, തിന്മക്ക് അടിമപ്പെടൂല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. നമുക്ക് എന്ത് വേണമെന്നാണ്? there should be a hope, right? Now see, let us see some questions based on the quote. What do you think are the few drops of dirt in the ocean of humanity? എന്താണ് മനുഷ്യകുലത്തിലുള്ള അഴുക്കുകൾ ഏതൊക്കെയാണ്, അഴുക്കിൻ്റെ തുള്ളികൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ ഇന്ന് ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഏറ്റവും പ്രധാനമാണ് റേസിസം, വംശീയത, അതുപോലെ തന്നെ ടെററിസം, എക്സ്ട്രീമിസം, അതുപോലെ കമ്മ്യൂണലിസം, എക്സ്പ്ലോയിറ്റേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കുക, കുറച്ച് കാര്യങ്ങൾ ആലോചിക്ക്.
നിങ്ങൾക്ക് ആശയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമുക്കറിയാം എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്രവാദമാണ്. ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീകരവാദമാണ്. അതുപോലെ തന്നെ റേസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വംശീയതയാണ്. എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണമാണ്. കമ്മ്യൂണലിസം വർഗീയതയാണ്. മിക്കവാറും എല്ലാ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും കാരണം ഒരു വിഭാഗത്തിനോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ അവരോടുള്ള നിന്ദയൊക്കെയാണ്. ഇപ്പോൾ വർഗീയതയ്ക്ക് അതിലൊക്കെ വല്ലാത്ത റോളുണ്ട്. ഇതിലൊക്കെ ഏത് തലത്തിലുള്ള ഭീകരവാദത്തിനും മറ്റുള്ളവരോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പാണ് അതിൻ്റെ യഥാർത്ഥ റൂട്ട് കോസ്. നമുക്കറിയുന്നതാണത്. അതായത് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കുടുംബമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാവരും, അത് ലോകത്ത് എവിടെയുള്ള മനുഷ്യനാവട്ടെ, വി ആർ എ സിംഗിൾ ഫാമിലി. നമുക്കതിനപ്പുറം ചിന്തിക്കാനാണ് നമ്മളോട് ഒന്നാമത്തെ യൂണിറ്റൊക്കെ പറയുന്നത്. നമുക്കറിയാം മനുഷ്യൻ മാത്രമല്ല, വാട്ട് എവർ ഇസ് ദർ ഓർ ഹൂ എവർ ഇസ് ദർ ഇൻ ദ യൂണിവേഴ്സ് ഓർ ഇൻ ദ നേച്ചർ, വി ബിലോങ് ടു എ ഓർ ദേ ബിലോങ് ടു എ സിംഗിൾ ഫാമിലി. അങ്ങനെ നമ്മൾ പിന്നെ ലയൻസ് റിട്ടേൺ ഏർലി സ്പ്രിങ്ങിലൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളത്. റെഡിയല്ലേ? അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളെ കുടുംബത്തിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകാൻ കാരണം എന്താ? നമ്മൾ അതിൻ്റെ ഭാഗമാണെന്ന് കൃത്യമായിട്ട് ആലോചിക്കുന്നത് കൊണ്ടാണ്. നമുക്കങ്ങനൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്, കൺവിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വി ഹാവ് സച്ച് എ കൺവിക്ഷൻ, റൈറ്റ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് സ്നേഹം ഉണ്ടാവേണ്ടതിൻ്റെ കാരണം എന്താ? അല്ലെങ്കിൽ നമുക്ക് രാജ്യത്തിനോട് എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക? നമ്മൾ രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും നമ്മളെ ഭാഗമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴാണ് യഥാർത്ഥ പാട്രിയോട്ടിസം നമുക്ക് ഉണ്ടാവുക, രാജ്യസ്നേഹം ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രകൃതിയുടെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രകൃതിയോട് സ്നേഹം ഉണ്ടാവും. അതുപോലെ മനുഷ്യരെല്ലാവരും ഒരേ കുടുംബത്തിലെ ആളുകളാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ജാതിയോ മതമോ രാജ്യമോ ഒന്നുമല്ല പ്രശ്നം. മനുഷ്യൻ എന്ന ആ ഒരു ഘടകമാണ്, ആ ഒരു ഫാക്ടറാണ്, എലിമെൻ്റാണ് പ്രശ്നം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനുഷ്യരോടൊക്കെ സ്നേഹം ഉണ്ടാവും. ഒരിക്കലും ആരും വെറുക്കാത്ത ഒരു മനോഗതി നമ്മളെ മനസ്സിലുണ്ടാവണം. അതാണ് ഏറ്റവും വലിയ ആ വെറുപ്പ് അല്ലെങ്കിൽ ആ വിദ്വേഷം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ അഴുക്കുകൾ. അതിൽ നിന്നുണ്ടാകുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും. അത് എക്സ്ട്രീമിസം, തീവ്രവാദമാവട്ടെ, കമ്മ്യൂണലിസം ആവട്ടെ, അതുപോലെ തന്നെ പിന്നെ ടെററിസം ആവട്ടെ, എക്സ്പ്ലോയിറ്റേഷനൊക്കെ സ്വന്തം കാര്യം, സ്വാർത്ഥതയെന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില ഉദാഹരണങ്ങൾ. ഇനി അടുത്ത ആലോചിച്ച് നോക്കൂ, ക്യാൻ വി കൺസിഡർ ചൈൽഡ് ലേബർ ആൻഡ് റേസിസം ആസ് ഡ്രോപ്സ് ഓഫ് ഡേർട്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ബാലവേലയും അതുപോലെ റേസിസം, വംശീയതയൊക്കെ ഡ്രോപ്സ് ഓഫ് ഡേർട്ടാണോ? നോ ഡൗട്ട് ദേ ആർ ഡ്രോപ്സ് ഓഫ് ഡേർട്ട്. ഉറപ്പല്ലേ? ചൈൽഡ് ലേബർ നമുക്കറിയാം, ഒരു കുട്ടി വളരുന്ന പ്രായത്തിൽ അവൻ എന്താണോ കിട്ടേണ്ടത് അവൻ്റെ റൈറ്റ് നിഷേധിക്കപ്പെട്ടിട്ട് ഉള്ളൊരവസ്ഥയാണ് ചൈൽഡ് ലേബർ. നിങ്ങൾക്കറിയാം. റേസിസം അതുപോലെ നമ്മൾ ചെറിയ സൂചന കഴിഞ്ഞ ക്ലാസ് നമുക്ക് കിട്ടിയതാണ്. അതായത് ഒരു വിഭാഗത്തിനോട്, നേരത്തെ പറഞ്ഞതിൻ്റെ എക്സ്ട്രീമിസ് ആയാലും അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ ടെററിസം ആണെങ്കിൽ അതിൻ്റെയൊക്കെ ചെറിയൊരു ഘടകം ഈ ഒരു കമ്മ്യൂണലിസം അതുപോലെ തന്നെ റേസിസും ഒക്കെയാണ്. ഒരു വർഗത്തിനോട് വല്ലാത്തൊരു അവജ്ഞ, ഒരു വർഗത്തിനോട് നമ്മൾ എന്ത് ചെയ്യുക? മോശമായി പെരുമാറുക. ആ വർഗത്തിന് നമ്മൾ എന്താ പറയുക, ഇഷ്ടപ്പെടാതിരിക്കുക, അവരെ വെറുക്കുക. ഇതൊക്കെയാണ് റേസിസത്തിൻ്റെ അടിസ്ഥാനം. റെഡിയല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ ഏതാണ്? ഡ്രോപ്സ് ഓഫ് ഡേർട്ടാണ്. വാട്ട് ക്യാൻ വി ഡു ടു ക്ലെൻസ് ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി? ഇത് നന്നാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വൃത്തിയാക്കുക എന്നാ ക്ലെൻസ് എന്ന് പറയാം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്കൊന്നായിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല രീതിയിൽ നല്ല സാഹചര്യങ്ങളിൽ കുട്ടികളെ വളർത്തുക എന്നതാണ് അതിന് ഏറ്റവും നല്ല ഒരു രീതി. അതാണ്. അതായത് മാനസികമായിട്ട് കുട്ടിയെ എന്ത് ചെയ്യുക? നല്ല വിർച്യൂസ് നിറഞ്ഞ ഒരു തലത്തിലേക്ക് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക. റെഡിയല്ലേ? എല്ലാവരെയും പരസ്പരം ആദരിക്കാനും സ്നേഹിക്കാനും തൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ലോകത്ത് വളരെ സന്തോഷം ഉണ്ടാവും. റെഡിയല്ലേ? ഓക്കെ, നമ്മളിനി കാണാൻ പോകുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇപ്പോൾ മഹാത്മജിയുടെ ആ സംസാരത്തിലൊക്കെ അല്ലെങ്കിൽ ആ കോട്ടെന്നൊക്കെ മനസ്സിലാകുന്നത് ഒരുപാട് അഴുക്കുകൾ ചുറ്റുപാടുണ്ടെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യൂല, ഹ്യൂമാനിറ്റി മൊത്തം അഴുക്കുള്ളതാവൂല എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കിട്ടുന്നൊരു വല്ലാത്തൊരു പ്രതീക്ഷയാണ്. റെഡിയല്ലേ? അതുപോലെ തന്നെ ജൂലിയൻ കോപ്പക്കിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു. നിങ്ങൾക്കറിയാം, അവർ വല്ലാത്തൊരു ഹോപ്പ് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന ചിന്ത കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ആ ഹോപ്പ് കൊണ്ടാണ്, ഒപ്റ്റിമിസമാണ് അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ അവർ രക്ഷപ്പെടുന്നത്. ജോൺസിയിലും ഹോപ്പ് ഇൻസ്റ്റിൽ ചെയ്യപ്പെടുക. ചെസ്സുവൊക്കെ ഡോക്ടറൊക്കെ ഹോപ്പ് ഇൻസ്റ്റിൽ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? രക്ഷപ്പെടുന്നത്. റെഡിയല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കും നല്ല രസമല്ലേ അത്? അതായത് ഹോപ്പ്, പ്രതീക്ഷയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തീം. പിന്നെ ശ്രദ്ധിക്കണേ, എന്താണ് യൂണിറ്റിൻ്റെ പേര്? റേ ഓഫ് ഹോപ്പ് എന്നാണ്.
പ്രതീക്ഷയുടെ കിരണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. മക്കളെ നല്ലൊരു രസമുള്ളൊരു അവസ്ഥയാണല്ലേ. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ജീവിതത്തിൽ തന്നെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു വലിയൊരു കാര്യം അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്നത്. റെഡിയല്ലേ? നമ്മളെ ജീവിപ്പിക്കുന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും നൽകുന്നത്, പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള നമുക്ക് ശക്തി നൽകുന്നതൊക്കെ ഈ റേ ഓഫ് ഹോപ്പാണ്, നമുക്ക് പ്രതീക്ഷയാണ്. അപ്പോൾ ആ തലത്തിൽ നമുക്കൊരു മെസ്സേജായിട്ട് നമ്മൾ എടുക്കണം. ഒരിക്കലും എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ വന്നാൽ, എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മളതിൽ തളരേണ്ടതില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദർ ഈസ് എ സ്ലാൻഡ് ഓഫ് ലൈറ്റ് എനിവർ, എവിടെയോ എന്തുണ്ട്, വെളിച്ചത്തിൻ്റെ ഒരു ചെറിയൊരു പൊട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടും. റെഡിയല്ലേ? നൗ ശ്രദ്ധിക്കണേ. ഇനി നമ്മളിപ്പോൾ ചർച്ച ചെയ്തു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഹോപ്പാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് ഇതിൻ്റെ തീം എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ മനുഷ്യത്വത്തിൽ ഹോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മഹാന്മാരുണ്ട്. അവരൊക്കെ ശ്രമിച്ചത് അതിന് വേണ്ടിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാളുകളെയാണ്, അതിന് വേണ്ടി ശ്രമിച്ച രണ്ടാളുകളെയാണ് നോക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ വായിക്കണം, ടെക്സ്റ്റ് മുമ്പിലുണ്ടല്ലോ. Read the citation given by the Norwegian Nobel Committee to the two Nobel laureates who shared the Nobel Peace Prize for the year 2014 for their struggle against child labor and for the right to education. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കാണാൻ പോകുന്ന സാധനം ദാറ്റ്സ് എ സൈറ്റേഷൻ, ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന ആളുകൾ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മലയാളത്തിൽ നമുക്ക് പ്രശംസാപത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു അവാർഡിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ആരാത് കൊടുത്തത് സൈറ്റേഷൻ? നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ്. നോബൽ പ്രൈസ് കൊടുക്കുന്ന ആ കമ്മിറ്റിയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അവർ കൊടുത്ത സൈറ്റേഷനാണ്. ആർക്കാ കൊടുത്തത്? ടു നോബൽ ലോറിയറ്റ്സ്, രണ്ട് നോബൽ പ്രൈസ് കിട്ടിയ ആളുകൾക്കാണ്. അവർ ഏത് വിഭാഗത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്? ഹൂ ഷെയർഡ് ദ നോബൽ പീസ് പ്രൈസ് ഫോർ ദ ഇയർ 2014, 2014 സമാധാനത്തിനുള്ള നോബൽ പീസ് പ്രൈസ് കിട്ടിയ ആളുകളാണ് രണ്ടാളുകൾ. അവർ പങ്ക് വെക്കുക ചെയ്തത്. എന്തിനാ അവർക്ക് സമ്മാനം കൊടുത്തത്? സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ഫോർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. രണ്ട് കാര്യത്തിനാണ് അവർ ശക്തമായിട്ട് പോരാടിയത്. ഒന്ന് ബാലവേലക്കെതിരെയും, രണ്ട് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി. അതൊക്കെ വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസ അവകാശം സമാധാനമുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ, ശരിയായ വിദ്യാഭ്യാസം കിട്ടിയാൽ കുട്ടിക്ക് അക്രമവാസന ഉണ്ടാവില്ല, മറ്റുള്ളവരെ മനുഷ്യനായി കാണാൻ അവൻ പഠിക്കും. റെഡിയല്ലേ? അതുപോലെ തന്നെ ചൈൽഡ് ലേബർ ആകുമ്പോൾ ഒരു കുട്ടി ചെറുപ്പത്തിലേ അവൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആൻറ്റി സോഷ്യലായിട്ട് മാറും. അപ്പം അതിനൊക്കെയുള്ള പരിഹാരം നല്ല വിദ്യാഭ്യാസമാണ്. അതെവിടെ ഉണ്ടോ അവിടെയൊക്കെ സമാധാനമുണ്ട്. റെഡിയല്ലേ? അതെവിടെ ഇല്ലേ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ തിരിച്ചറിയാനുള്ള അവസ്ഥയിലേക്ക് മാറ്റാൻ വിദ്യാഭ്യാസം ഉതകണം. അങ്ങനെ ആകുമ്പോഴവിടെ സമാധാനം ഉണ്ടാകും. അതുകൊണ്ടാണ് നോബൽ പീസ് പ്രൈസ് അവർക്ക് കൊടുക്കുന്നത്. റെഡിയല്ലേ? ഓക്കെ, നമ്മൾ സൈറ്റേഷൻ വായിക്കാൻ പോകും. അതിന് മുമ്പ് ആരൊക്കെ ആളുകൾ എന്ന് കാണാം. ഇതാരാ ആള്? ഞങ്ങൾക്കറിയാം, മലാല യൂസുഫ്സായി ആണ്, ഒരു പാകിസ്ഥാനിയാണ്, ആക്ടിവിസ്റ്റാണ്. ദിസ് ഈസ് കൈലാസ് സത്യാർത്ഥിയാണ്, നമുക്കറിയാം. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. ഒരുപാട് ഇവരൊക്കെ വളരെ സ്പീച്ചൊക്കെ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആണ്, ഇൻസ്പയറിംഗ് ആണ്. നമ്മുടെ പ്രയോറിറ്റിയെക്കുറിച്ചൊക്കെ, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട പ്രയോറിറ്റിയെക്കുറിച്ച് ഏതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ സത്യാർത്ഥിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടാൽ നല്ലതാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ കയറിയാൽ, ഈ അഡ്രസ്സ് കയറിയാൽ, അതായത് നമ്മൾ TED.com കയറിയാൽ അവരൊക്കെ സ്പീച്ച് കിട്ടും. അതൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും സൈറ്റേഷൻ വായിച്ചു നോക്കാം. അങ്ങോട്ട് വട്ടം വായിക്കണം കേട്ടോ, പോസ് ചെയ്തത് വായിക്കണം, എന്നിട്ട് ഈ ചർച്ചയ്ക്ക് വരണം. ഞാനത് നിർത്തിയൊക്കെ പറയുമ്പോൾ ഒരുപാട് നീണ്ടുപോകും, നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരെ പറയുന്നത്. The Norwegian Nobel Committee has decided that the Nobel Peace Prize for 2014 is to be awarded to Kailash Satyarthi and Malala Yousafzai. രണ്ട് ആളുകൾക്ക്, ആരൊക്കെ ആളുകൾ? കൈലാസ് സത്യാർത്ഥിക്കും മലാല യൂസുഫ്സായിക്കും 2014 അവാർഡ് കൊടുക്കാൻ, സമാധാനത്തിലുള്ള അവാർഡ് കൊടുക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്മിറ്റി തീരുമാനിച്ചിട്ട്. അത് കിട്ടാത്തൊന്നുമില്ലല്ലോ. ജസ്റ്റ് ആ കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്തിനാ അവർ കൊടുക്കുന്നത്? ഫോർ ദ സ്ട്രഗിൾ അഗൈൻസ്റ്റ് ദ സപ്രഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ആൻഡ് ഫോർ ദ റൈറ്റ് ഓഫ് ഓൾ ചിൽഡ്രൻ ടു എഡ്യൂക്കേഷൻ. ഈ രണ്ട് കാര്യങ്ങൾക്ക്, ഒന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിൽ അവകാശം കിട്ടാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തത് ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ അടിച്ചമർത്തുന്നതിന് എതിരെയുള്ള പോരാട്ടം. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്
അവർക്ക് എന്ത് കൊടുക്കുന്നത്, സമ്മാനം കൊടുക്കുന്നത്. റെഡിയല്ലേ? സ്ട്രഗിൾ പോരാട്ടാണ്, സപ്രഷൻ അടിച്ചമർത്തലാണ്. ക്ലിയർ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? റെഡിയല്ലേ? മക്കൾക്ക് അറിയേണ്ടത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ നാട്ടുകളിൽ പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. റെഡിയല്ലേ? ഒക്കെ നിങ്ങൾക്ക് പേപ്പറിലൊക്കെ നിങ്ങൾ വായിച്ചാൽ അറിയാം. ബാലവേലൊക്കെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരുപാട് സ്റ്റേറ്റുകൾ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ, റെഡിയല്ലേ? കേരളം അതിൽ നിന്ന് തിരിയൊക്കെ ഭിന്നമാണ്, കാരണം നമ്മൾ കുറച്ചും കൂടിയൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറിയത് കൊണ്ട്. റെഡിയല്ലേ? നോക്കണേ. ചിൽഡ്രൻ മസ്റ്റ് ഗോ ടു സ്കൂൾ ആൻഡ് നോട്ട് ബി ഫിനാൻഷ്യലി ഓർ ഫൈനാൻഷ്യലി എക്സ്പ്ലോയിറ്റഡ്. കുട്ടികൾ സ്കൂളിലേക്കാണ് പോകേണ്ടത്, ഒരു സാമ്പത്തികമായിട്ട് നോട്ട് ബി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യപ്പെടരുത്. റെഡിയല്ലേ? ചൂഷണം ചെയ്യരുത് മറ്റുള്ളവർ. ഇൻ ദ പുവർ കൺട്രീസ് ഓഫ് ദി വേൾഡ് 60% ഓഫ് ദ പ്രസൻറ്റ് പോപ്പുലേഷൻ ഈസ് അണ്ടർ 25 years ഓഫ് ഏജ്. ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ പ്രസൻറ്റ് പോപ്പുലേഷൻ്റെ, അതായത് ഇപ്പോഴത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 60% 25 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് കണ്ടാലറിയാം. ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ കൂടുതലും കുട്ടികളും ചെറുപ്പക്കാരുണ്ടാവും, അങ്ങനെ കണ്ടാലറിയാം. ഇറ്റ് ഈസ് എ പ്രീ റെക്വസിറ്റ് ഫോർ പീസ്ഫുൾ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ദാറ്റ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ബി റെസ്പെക്റ്റഡ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ പീസ് പ്രൈസ് കിട്ടുന്നതിൻ്റെ ഒരു സൂചനയും കൂടിയത്. അത് പ്രീറെക്വസിറ്റാണ്. എന്താ പ്രീറെക്വസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കണമെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു സാഹചര്യത്തിനോ ഒരു കാര്യത്തിനുമാണ് പ്രീറെക്വസിറ്റ് എന്ന് പറയാം. ഇഫ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ദർ മസ്റ്റ് ബി യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് അതർ തിങ്സ്. നിങ്ങളടുത്ത് അതുണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പഠിക്കാനുള്ളതിൻ്റെ പ്രീറെക്വസിറ്റാണ് ഏത്, ആ ടെക്സ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഒരാൾക്ക് മാത്സ് പഠിക്കണോ, ഒരു ആൾജിബ്ര ഒരു പാഠം പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ബേസിക് ഓപ്പറേഷൻ അറിയണം, വേരിയബിൾസ് എന്താണെന്ന് അറിയണം. ഇപ്പം ഞാൻ പറഞ്ഞത് അതുണ്ടെങ്കിലേ മറ്റത് അറിയുള്ളൂ. അങ്ങനത്തെ സാഹചര്യത്തിനാണ് പ്രീറെക്വസിറ്റ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ എന്താ അതിൻ്റെ അർത്ഥം? സമാധാനപരമായ ആഗോള വികസനം ഉണ്ടാവണമെങ്കിൽ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും അവകാശങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആദരിക്കപ്പെടേണ്ടതുണ്ട്, ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? അതാണ്, ആ ബഹുമാനിക്കുക എന്നുള്ളതാണ് വികസനത്തിനുള്ള ഒരു മുൻ അവസ്ഥ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അതുണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. ഇൻ കോൺഫ്ലിക്റ്റ് റിഡൻ ഏരിയാസ് ഇൻ പെർട്ടിക്കുലർ, പ്രത്യേകിച്ചും സംഘർഷഭരിതമായ സ്ഥലങ്ങളിൽ ദ വയലേഷൻ ഓഫ് ചിൽഡ്രൻസ് റൈറ്റ് ലീഡ്സ് ടു ദ കണ്ടിന്യൂഷൻ ഓഫ് വയലൻസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ തലമുറകളിലേക്ക് അക്രമം പകരാൻ കാരണമായിട്ട് മാറും. അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു കുട്ടി കാണുന്നതാണ് ഓൻ ചെയ്യുക, ഓനോട് പറയുന്നതല്ല ചെയ്യുക. ഇപ്പോൾ ഒരു കുട്ടി കാണുന്നത് ഫുള്ള് സംഘർഷം അതുപോലെ തന്നെ വയലൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ആ തലത്തിലേക്ക് മാറും. കുട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതോറിറ്റീസ്, ഗവൺമെൻറ്, അതല്ലെങ്കിൽ ആ സമൂഹമൊക്കെ ചെയ്യേണ്ടത് ഇത്തരം കുട്ടികൾക്ക് നല്ലൊരവസ്ഥ, അവിടുത്തെ സാഹചര്യം നല്ല രീതിയിലാക്കി മാറ്റിയിട്ട് നല്ല അവസ്ഥയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും സമാധാനം ഉണ്ടാവും. അതാണ് അവർ ഈ സൈറ്റേഷനിൽ അവർ ഉദ്ദേശിക്കുന്നത്. റെഡിയല്ലേ? ഷോയിങ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം നമ്മൾ ജനറലായിട്ടുള്ള പാസേജാണ് നമ്മൾ കണ്ടത്, മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു. ഇനി ഓരോരുത്തരെ കുറിച്ചിട്ട് പറയാൻ ചെയ്യണം. ആദ്യം കൈലാസ് സത്യാർത്ഥിനെ കുറിച്ചാണ്. ഷോയിങ് ഗ്രേറ്റ് പേഴ്സണൽ കറേജ്. കൈലാസ് സത്യാർത്ഥി മെയിൻറ്റെയിനിങ് ഗാന്ധിജീസ് ട്രഡിഷൻ ഹാസ് ഹാഡ് ഇറ്റ് വേറിയസ് ഫോംസ് ഓഫ് പ്രൊട്ടസ്റ്റ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്. ശ്രദ്ധിക്കണം നല്ലോട്ടോ. ഒരു വ്യക്തിപരമായ തൻ്റെ ഇടം കാണിച്ചുകൊണ്ട് കൈലാസ് സത്യാർത്ഥി ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്, പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒക്കെ എങ്ങനെയായിരുന്നു? സമാധാനപൂർണ്ണമായിരുന്നു. ആരുടെ പാരമ്പര്യം മുറുകെ പിടിച്ചിട്ടാണ്, പാലിച്ചിട്ടാണ്? ഗാന്ധിജിയുടെ, മഹാത്മജിയുടെ ട്രഡിഷൻ, പാരമ്പര്യം എന്ത് ചെയ്തിട്ട് മുറുകെ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അഹിംസയിൽ ഊന്നിയിട്ട്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ വ്യക്തിപരമായ തൻ്റെ ഇടം കാണിച്ചുകൊണ്ട് കൈലാസ് സത്യാർത്ഥി ഗാന്ധിയുടെ പാതയിൽ വളരെ സമാധാനപരമായി ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? എന്തിനു വേണ്ടി അതൊക്കെ ചെയ്തത്? ഫോക്കസിങ് ഓൺ ദ ഗ്രേവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഗൗരവതരമായ ഒരു കാര്യം എന്ത് ചെയ്തുകൊണ്ട്, കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡിയല്ലേ? He has also contributed to the development of important international conventions. ഒരുപാട് അന്താരാഷ്ട്ര കരാറുകൾ രൂപപ്പെടുന്നതിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സംഭാവന വഹിച്ചിട്ടുണ്ട്. അതിന് എന്തിനു വേണ്ട കരാറ്? അതൊക്കെ ഓൺ ചിൽഡ്രൻസ് റൈറ്റ്സ്,
കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ. കൺവെൻഷന് മീറ്റിംഗ് എന്നൊക്കെ അർത്ഥമുണ്ട്. കൺവെൻഷന് കരാർ എന്നുള്ള സെൻസ് കൊടുത്താൽ മതി. അതാണ് കൂടുതൽ അതാവുക ജനീവ കൺവെൻഷൻ എന്നൊക്കെ പറയുന്ന മാതിരി. റെഡിയല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ട് കൈലാസ സത്യാർത്ഥിക്ക് ഇത് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു കാര്യമാണെങ്കിൽ വിശദീകരിച്ച്. നൗ ലെറ്റ് us കം ടു മലാല യൂസഫ്സായിൻ്റെ കേസ്. എന്താ? ഡിസ്പൈറ്റ് ഹെർ യൂത്ത്, ചെറുപ്പമായിരുന്നിട്ടും എന്നതിൻ്റെ അർത്ഥം കേട്ടോ. ഡിസ്പൈറ്റ് എന്നിട്ടും എന്ന സെൻസാണ്. മലാല യൂസഫ്സായി ഹാസ് ഓൾറെഡി ഫോട്ട് ഫോർ സെവറൽ ഇയേഴ്സ് ഫോർ ദി റൈറ്റ് ഓഫ് ഗേൾസ് ടു എഡ്യൂക്കേഷൻ. പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം അവരെന്ത് ചെയ്തിട്ടുണ്ട്? പൊരുതിയിട്ടുണ്ട്. റെഡിയല്ലേ? And has shown by example that children and young people can contribute to improving their own situation. തങ്ങളുടെ സാഹചര്യം നന്നാക്കാൻ അല്ലെങ്കിൽ അത് പരിവർത്തനം ചെയ്യാൻ, അതിൽ പുരോഗതി ഉണ്ടാക്കാൻ കുട്ടികൾക്കും യുവാക്കൾക്കും തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവൾ റോൾ മോഡലായിട്ട് ഉദാഹരണത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. റെഡിയല്ലേ? മുതിർന്നവരെ കാത്തു നിൽക്കേണ്ടതില്ല. തങ്ങളുടെ സാഹചര്യം ചുറ്റുപാടുകൾ നന്നാക്കാൻ കുട്ടികൾക്ക് തന്നെ പ്രവർത്തിക്കാൻ പറ്റും എന്നവർ കാണിച്ചു തന്നിട്ടുണ്ട്. This has done under the most dangerous circumstances. വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് അവർ ചെയ്തത്. നമുക്കറിയാം, അവർക്ക് വെടിയേക്കുന്ന അവസ്ഥയും അത് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എവിടെയും ഇത്തരം വിദ്യാഭ്യാസത്തിനെതിരെ ഏത് സ്ഥലത്താണെങ്കിലും, അത് പാകിസ്ഥാനാണെങ്കിലും മറ്റ് നമ്മുടെ നാട്ടിലാണ്, എവിടെയും യഥാർത്ഥ ശരിക്കുള്ള വിദ്യാഭ്യാസത്തിനെതിരെ ഇത്തരം ഭീകരവാദികൾ അല്ലെങ്കിൽ എല്ലാവരും എന്തെയും എതിരായിരിക്കും. കാരണം നന്നായി വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ആളെ കിട്ടൂല. നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ ത്രൂ her heroic struggle he has become a leading spokesperson. അവളുടെ ആ ഒരു തൻ്റെ ഇടത്തോട് ധീരമായ പോരാട്ടത്തിലൂടെ, ഹീറോയ്ക്ക് ധീരമായ എന്നൊക്കെ സെൻസ് കൊടുത്താൽ മതി, പോരാട്ടത്തിലൂടെ she has become a leading spokesperson for girls' rights to education. പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ഒരു വക്താവായിട്ട്, ഒരു മുന്നണിയിലെ വക്താവായിട്ട് അവിടെ എന്ത് ചെയ്ത് മാറി. സ്പോക്ക് പേഴ്സൺ വക്താവാണ്, സ്പോക്ക് മാനും വക്താവാണ്. സ്ത്രീ ആകുമ്പോൾ സ്പോക്ക് പേഴ്സൺ എന്നും അതുപോലെ തന്നെ ആണാകുമ്പോൾ സാധാരണഗതിയിൽ സ്പോക്ക് മാൻ എന്നുമാണ് പറയുന്നത്. അറിയാലോ നിങ്ങൾക്ക്, റൈറ്റ്? ചെയർമാൻ, ചെയർപേഴ്സൺ പോലൊക്കെ അറിയാലോ. The Nobel Committee regards it as an important point for an Indian and a Pakistani to join in a common struggle for education and against extremism. ശ്രദ്ധിക്കണേ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും, ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അവർ യോജിച്ചു എന്ന കാര്യം നോബൽ കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പരിഗണിക്കുന്നത്. റിഗാർഡ് എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക എന്നാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? Many other individuals and institutions in the international community have also contributed. ഇവരെ മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വ്യക്തികളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും, അതായത് അന്തർദേശീയ സമൂഹത്തിലുള്ള സ്ഥാപനങ്ങളും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ദാറ്റ് ദർ ആർ 168 million child laborers around the world today. 2014 ഏതാണ്ട് 168 മില്യൺ ബാലവേല ചെയ്യുന്ന കുട്ടികളുണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇൻ 2000 the figure was 78 million higher. അതായത് 2000 എന്ന് പറഞ്ഞാൽ 14 കൊല്ലം മുമ്പ് ഈ സംഖ്യ 78 മില്യൺ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞാൽ 780 ലക്ഷം കൂടുതലായിരുന്നു. The world has come closer to the goal of eliminating child labor. ചൈൽഡ് ലേബർ ഇല്ലാതാക്കുക എന്ന അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുന്നു. The struggle against suppression and for the rights of children and adolescents. കുട്ടികളെയും അതുപോലെ തന്നെ കുട്ടികളെ അടിച്ചമർത്തുന്ന, അതല്ലെങ്കിൽ കൗമാരക്കാരെ, നമുക്കറിയാം അഡോളസൻസ് എന്ന് പറഞ്ഞാൽ കൗമാരക്കാരാണ്. കൗമാരക്കാരെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയും അവരെ അടിച്ചമർത്തുന്നതിനുള്ള പോരാട്ടം. കോൺട്രിബ്യൂട്ട് റിയലൈസേഷൻ ഓഫ് ദ ഫ്രട്ടേണിറ്റി ബിറ്റ്വീൻ നാഷൻസ്. രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യം എന്നതിലേക്ക് ഒരു തിരിച്ചറിവിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കുവഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ നമ്മളും പാകിസ്ഥാനും ഒക്കെ നമ്മൾ നിലപാടുകൾ അറിയാം. പരസ്പരം ശത്രു രാജ്യങ്ങളായിട്ട് കാണുന്നൊരവസ്ഥ ഉണ്ട്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലെ ആളുകളാണ് ഇവർ രണ്ടാളുകളും. അപ്പോൾ അവിടെയൊക്കെ രാജ്യങ്ങൾ തമ്മിൽ സാഹോദര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിൽ സാഹോദര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫണ്ടുകൾ, വിഭവങ്ങൾ നമുക്ക് രാജ്യ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ രാജ്യം എന്ത് ചെയ്യും? ഉന്നതിയിലേക്ക് പോകും. നമുക്കറിയാം സാമ്പത്തികമായിട്ട് ശക്തിയായി മാറാനൊക്കെ നമുക്ക് പറ്റും. ആൻഡ് ആൽഫ്രഡ് നോബൽ മെൻഷൻസ് ഇൻ ഹിസ് വിൽ. ആൽഫ്രഡ് നോബൽ തൻ്റെ വിൽപത്രത്തിൽ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെക്കുറിച്ച്.
as one of the criteria for the Nobel Peace Prize. നോബൽ പീസ് പ്രൈസിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് അദ്ദേഹം അത് പരാമർശിച്ചിട്ടുണ്ട്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ എന്നാണ്. വൺ ഓഫ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. ക്രൈറ്റീറിയൻ എന്നാണ് മാനദണ്ഡം എന്നതിന് പറയാം. ക്രൈറ്റീറിയൻ എന്നതിൻ്റെ പ്ലൂരലാണ് ക്രൈറ്റീരിയ. മനസ്സിലായിട്ടുണ്ടാവും മക്കളെ? ഡേറ്റും പ്ലേസും ഒക്കെയാണ് താഴെയുള്ളത്. ക്ലിയർ ആണല്ലോ? സൈറ്റേഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ ആണ്. നൗ അപ്പോൾ നമുക്കിതുവരെയുള്ള ചർച്ചയിൽ എന്താ മനസ്സിലായത്? നമുക്കൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഹോപ്പ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അത് ജയിക്കാൻ പറ്റും. ഹോപ്പ് പോയിട്ട് ഇരുന്നാൽ പോലെ അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ആര് ചെയ്ത മാതിരി കൈലാസ് സത്യാർത്ഥിയെ പോലെ, മലാല യൂസുഫ് സായിയെ പോലെ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഡേട്ട് ഏതാണ്, അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് ഡേട്ട് ഏതാണ്, അത് നമ്മൾ ചർച്ച ചെയ്യുന്ന നല്ലോണം ശ്രദ്ധിക്കണേ. ഓൾ ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ്. എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട്. നോ മാറ്റർ ഹൂ ദെയർ, അവരാരാവട്ടെ, വെദർ ലിവ്, എവിടെ ജീവിക്കട്ടെ, വാട്ട് ദെയർ പാരൻസ് ടു, പാരൻസിന് എന്ത് ജോലിയാവട്ടെ, വാട്ട് ലാംഗ്വേജ് ദേ സ്പീക്ക്, അവരേത് ഭാഷ സംസാരിക്കട്ടെ, വാട്ട് ദെയർ റിലീജിയൻ ഈസ്, ഏത് മതത്തിൽപ്പെട്ട ആളുകളാവട്ടെ, വെദർ ദെയർ ബോയ്സ് ഓർ ഗേൾസ്, ആണോ പെണ്ണോ ആവട്ടെ, വാട്ട് ദെയർ കൾച്ചർ ഈസ്, അവരുടെ കൾച്ചർ എന്താവട്ടെ, വെദർ ദേ ഹാവ് ഡിസബിലിറ്റി, അവർക്ക് പരിമിതി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. നമുക്കറിയാലോ പരിമിതി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിസബിലിറ്റി ആവാം, മെൻ്റൽ ഡിസബിലിറ്റി ഒക്കെ ആവാം, അറിയാലോ നമുക്ക്. വെദർ ദേ ആർ റിച്ച് ഓർ പൂർ, പാവാവട്ടെ പൈസക്കാരനാവട്ടെ, ഇങ്ങനെ ആരായാലും കുട്ടികൾക്ക് അവകാശങ്ങളുണ്ട്. കൂട്ടത്തിൽ മക്കളെ നമുക്ക് കുറേ ചുമതലകളുണ്ട് കേട്ടോ. രണ്ടും ഒരേപോലെ പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ചർച്ചയിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായതുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവകാശം നമുക്ക് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ, ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യണം. അതൊക്കെ നമുക്കറിയാലോ. രണ്ടും ഒരുപോലെ പോകേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണം നേർക്ക്. ബട്ട് എ മെജോറിറ്റി ഓഫ് ദം ആർ ഡിനൈഡ് ദെയർ റൈറ്റ്സ് ഇൻ മെനി വേയ്സ്. പക്ഷേ കുട്ടികളുടെ അവകാശങ്ങൾ, ഭൂരിഭാഗം കുട്ടികളുടെയും അവകാശങ്ങൾ പല തലങ്ങൾ എന്ത് ചെയ്യുന്നു, നിഷേധിക്കപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഫാക്റ്റാണ്. റെഡിയല്ലേ? ഓക്കെ ആണല്ലോ? നോക്കൂ, ഇപ്പം നമ്മൾ പറഞ്ഞു അതിന് നമുക്ക് അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ചിന്തയാണ് നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത്. അത് ഹോപ്പാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത്? ചൈൽഡ്ഹുഡ്, കുട്ടിത്തം. ലൈഫ് ലെഡ് അറ്റ് ലെവൽ ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഇമ്പൾസിസ്. റെഡിയല്ലേ? അതായത് പിന്നെ ജന്മവാസനയുടെയും അതുപോലെ തന്നെ ഉൾപ്രേരണയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ജീവിതം. നമുക്കറിയാം വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകൾ പരസ്പരം തല്ലാനും കൊല്ലാനും അക്രമം, പണ്ടത്തെ ബാർബേറിയൻസിൻ്റെ മാതിരി തമ്മിലടിക്കാനും തമ്മിൽ കൊല്ലാനും അല്ലെങ്കിൽ ആ അക്രമത്തിലൊക്കെ ഏർപ്പെടും. നമുക്കറിയാം, മനസ്സിലായിട്ടുണ്ടാവും. റെഡിയല്ലേ? അതുപോലെ തന്നെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരവസ്ഥ ആയിരിക്കില്ല അവർക്കുണ്ടാവുക. അങ്ങനത്തെ ഒരു ജീവിതമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഉദ്ദേശിക്കുക. അത് ഒരു തലം. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. കൾച്ചറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. പിന്നെ ശരിയായ വിദ്യാഭ്യാസം കിട്ടാത്ത ഒരാളുടെ ഒരു ജീവിതം, ഒരു മനുഷ്യത്വം തിരിച്ചറിയാത്ത ഒരാളുടെ ഒരു ജീവിതം, കുറേ ജീവിതങ്ങൾ എങ്ങനെ ആയിരിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് കാണാൻ പറ്റും. പിന്നെ ഫാമിലി റിലേഷൻസ്, നമുക്കറിയാലോ ഫാമിലി വളരെ പ്രധാനമാണ്. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. കുടുംബം എന്ന് പറഞ്ഞാൽ അതാണ്. ആ ബന്ധങ്ങളാണ് ഒരു മനുഷ്യന് ഐഡൻറ്റിറ്റി കൊടുക്കുന്നത്, ഒരു മനുഷ്യന് കൾച്ചർ കൊടുക്കുന്നത്, മനുഷ്യന് മനുഷ്യത്വം ഉണ്ടാക്കി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഫാമിലിയാണ്. അതറിയാലോ. ആദ്യത്തെ പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. നമുക്കറിയാം സാമൂഹ്യ സ്ഥാപനമാണ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്? സോഷ്യലൈസേഷൻ പഠിക്കേണ്ടത്. റെഡിയല്ലേ? നൗ ലെറ്റ് us see the lessons in the unit. പാഠങ്ങൾ നോക്കാം നമുക്ക് ഈ യൂണിറ്റിലെ. ഫസ്റ്റ് വൺ ഈസ് വാങ്ക, റിട്ടൺ ബൈ ആൻഡൻ ചെക്കോ. നെക്സ്റ്റ് വൺ ഈസ് കാസ്റ്റവേ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. നമുക്കറിയുന്ന ആളാണ്. ഇത് റഷ്യൻ റൈറ്ററാണ്. അദ്ദേഹത്തെ നമ്മൾ വളരെയധികം വി ആർ പ്രൗഡ് ഓഫ് ഹിം. നമുക്കറിയാം അദ്ദേഹം ഹി വൺ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നമുക്കറിയുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് മദർ ടു സൺ, ജെയിംസ് മേഴ്സർ ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ ഒരു കവിതയാണ്. അറിയാലോ. ഒത്തിരിയാണ് നമ്മൾ പഠിക്കാനുള്ളത്. നൗ ഷാൽ വി സീ എ റൈറ്റർ. ദിസ് ഈസ് ഹു ഇസ് ദിസ്? ദിസ് ഈസ് ആൻഡൻ ചെക്കോ ആൻഡ് ദർ ഈസ് സം പീസ് ഓഫ് ഇൻഫർമേഷൻ ദർ. യു ക്യാൻ റീഡ് ഇറ്റ്. വായിച്ചു നോക്കണേ. അദ്ദേഹം പ്ലേ റൈറ്റാണ്. മോഡേൺ ഷോർട്ട് സ്റ്റോറിൻ്റെ മാസ്റ്ററാണ്. വായിച്ചു നോക്കണം. മനുഷ്യാത്മാവിൻ്റെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും മനുഷ്യത്തേറ്റ് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പിന്നെ റഷ്യൻ റിയലിസത്തിൻ്റെ ഒരു വക്താവായിരുന്നു. ആ സറിയലിസം നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ പാഠത്തിൽ. അതുപോലത്തെ റിയലിസം ക്ലാസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. വിശദീകരിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ത്രീ സിസ്റ്റേഴ്സ്, ദ ചെറി ഓർച്ചർഡ്,
ആൻഡ് ദ ലേഡി വിത്ത് ദ ഡോഗ്. കുറേ എണ്ണമുണ്ട്, വളരെ പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, റൈറ്റ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് നെയിം ഈസ് വാങ്ക. ആൻഡ് എന്തായിരിക്കും അതിന്നുണ്ടാവുന്നത്? ഈ വാങ്ക പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് നെയിം ഓഫ് എ ബോയ്, റൈറ്റ്? ആൻഡ് വാട്ട് മേ ബി ദർ ഇൻ ദ സ്റ്റോറി? ഒന്ന് ചെറിയ രീതി നമുക്കൊന്ന് അറിയാം. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ഹു ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടൊരു കുട്ടീൻ്റെ കഥയാണ് അത്. റെഡിയല്ലേ? ആൻഡ് വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ഹിസ് ഗ്രാൻഡ് ഫാദർ ടു വർക്ക് ആസ് ആൻ അപ്രൻറ്റീസ് ടു എ ഷൂ മേക്കർ ഇൻ മോസ്കോ. ക്ലിയർ ആണല്ലോ? തൻ്റെ അച്ചച്ചനെ അല്ലെങ്കിൽ അമ്മച്ചനെ, ആരാന്നറിയില്ല, അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മൻ്റെ അച്ഛൻ, റെഡിയല്ലേ? അവരെ പിന്നെ എന്ത് ചെയ്താ പറയാ, വിട്ടിട്ട് അവരെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറി ഒരു ഷൂ മേക്കർ, അതായത് പിന്നെ മോസ്കോയിലുള്ളൊരു ഷൂ മേക്കർ അടുത്ത് ജോലി പഠിക്കാൻ വേണ്ടി പോവേണ്ടി വന്ന, നിർബന്ധാവസ്ഥയിൽ പോവേണ്ടി വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് മക്കളെ. ആ ഫാമിലിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കുട്ടി ഓഫനാണെന്നുള്ളൊരു സൂചന അതിലുണ്ട്. ഗ്രാൻഡ് ഫാദറിനെ വിട്ടു എന്ന് പറഞ്ഞാൽ പാരൻസിന് വിട്ടു എന്ന് പറയാത്തതുകൊണ്ട് ഓഫനാന്നുള്ളൊരു സൂചന അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാലവേല എന്നൊരു കാര്യം അതിൽ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ടീമുകളൊക്കെ വരുന്നൊരു കഥയാണ്. നല്ല മനസ്സ് തട്ടുന്നൊരു കഥയാണ്. റൈറ്റ്? ഡു യു നോ വാട്ട് ഹാപ്പൻ ടു? എന്താണ് പ്രശ്നം നമുക്കറിയാം. വെർ ഇസ് സീ ഒപ്പോൻ എവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ഹീസ് ഹിയർ. സീ, ദിസ് ഈസ് ദാറ്റ് ബോയ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? റൈറ്റ്, ഹീസ് റൈറ്റിംഗ് സംതിങ്. എന്തായിരിക്കും ഇതുണ്ടാവർക്ക് നമുക്ക് കാണാം. ആൻഡ് യു ക്യാൻ സി ഷെൽഫ്സ് ഹിയർ. ഷെൽഫാണിത്. ലാസ്റ്റ് ഈസ് ദർ. ലാസ്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കണം. ഐക്കൺ ഈസ് ദർ. And then you can see a candle is there. Then can you guess the time? Right? Now we have discussed all these things. And the Chinese writing a letter. And the time that is night. How do you know that? Because you can see the candle lighted there, right? Now let us read the first paragraphs of the story. Together we can see what is he writing and what's his problem and everything, right? Okay? Now read with me. 9-year-old Wanga Sugo, who had been apprenticed 3 months ago to Aliakin the shoemaker, did not go to bed on Christmas Eve. He waited till his master and mistress and the senior apprentices had gone to church, and then took from the cupboard a bottle of ink, a pen with a rusty nib, spread out a crumpled sheet of paper, and was all ready to write. Before tracing the first letter, he glanced several times anxiously at the door and the window, peered at the dark icon with the shelves holding cobbler's last stretching on either side of it, and gave a quivering sigh. The paper lay on the bench, and Wanga knelt on the floor at the bench. Dear Grandad Konstantin Makarovich, he wrote, I am writing a letter to you. I send you Christmas greetings and hope God will send you his blessings. I have no father and no mummy, and you are all I have left. Wanga raised his eyes to the dark window pane in which the reflection of candle flickered. In his imagination, he distinctly saw his granddad, Konstantin Makarovich. He was a night watchman on the estate of some gentlefolk called Zivarev. He was small, a lean, old man about 65, but remarkably lively and agile, with a smiling face and eyes bleary with drink. In the daytime, he either slept at the kitchen or sat joking with the cook and kitchen maids. In the night, he wrapped himself in a great sheepskin cart, walked round and round the estate, sounding his rattle. 2 dogs, Eel and Kastanga, would follow him with drooping heads. Eel was named on account of his black coat and long weasel-like body. He was wonderfully respectful and insinuating. He had the same appealing glance on friends and strangers alike, but he inspired confidence in no one. His deferential manner and docility were pretexts for his cunningness and hostility. He was adept at stealing up to snap at food, creeping into the ice house, or snatching a peasant's chicken. His hind legs had been slashed again and again. Twice he had been strung up. He was beaten with an inch of his life every bit, but he survived it all.
റെഡി ഡിയേഴ്സ്? നല്ല വളരെ മനസ്സിൽ തട്ടേണ്ട കഥയാണ്. നന്നായിട്ട് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ റൈറ്റ്. ഷാൽ വി ട്രൈ ടു ആൻസർ സം ക്വസ്റ്റ്യൻസ്? വെൻ വാസ് വാങ്ക അപ്രന്റീസ് ടു ആലിയാക്കിൻ? എന്നാണ് ആലിയാക്കിൻ്റെ അവിടെ കൊണ്ട് ചെന്നാക്കിയത്? 3 months ago. It is there, right? Why did he wait till all others had gone to church? എന്തുകൊണ്ടാണ് എല്ലാവരും പോകുന്നവരെ കാത്തുന്നത്? He wanted to write a letter. You know that. He wanted to write a letter. Do you feel that Vanga was afraid of someone? തോന്നുന്നുണ്ടോ? അവൻ ആരെയോ പേടിക്കുന്നത് തോന്നുന്നുണ്ടോ? Right. Yeah. How do you know that? Because the sentence that supports your answer, you know, he glanced anxiously to the door and window. He wanted to know whether someone was coming, right? Okay. Now, can you say something about grandfather Konstantin Makaric? It is there. How old was he? What about his appearance? And everything is there. I think it is very simple and you can see it yourself. Now, what did Konstantin Makaric do during daytime and at night? എന്താ പകൽ പണി, എന്താ രാത്രി പണി? ഒക്കെ കറക്റ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിച്ച് ആർ ദ 2 dogs? ആരാ ഡോഗ്സ്? ആരാ 2 dogs? കസ്റ്റങ്ക ആൻഡ് ഈൽ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കിട്ടാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് us read the paragraphs again silently. വളരെ പതുക്കെ മനസ്സിട്ട് വായിക്കുക, പ്രധാന വാക്കുകൾ നോട്ട് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്? Right. Now let us try to answer the scaffolding questions. 2 ചോദ്യങ്ങൾ ആ ഭാഗത്തുനിന്നുള്ളത്. First one is, on the basis of your reading of first 2 paragraphs of the story, complete the following table. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ടേബിൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യൂലേ? എവിടെയാണ്, ആരാണ് പ്രൊട്ടാഗണിസ്റ്റ്, ഇതിലെ ഹീറോ ആരാണ്, എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, ഫാമിലി ആരാണ്, ഹിസ് മെൻ്റൽ സ്റ്റേറ്റ്, മാനസികാവസ്ഥ, മൂഡ് എന്താണ്, ആക്ഷൻ എന്താണ്. ശ്രമിച്ചു നോക്കുക. ആദ്യം പോസ് ചെയ്ത് ചെയ്യൂലേ? ചെയ്യണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് വർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഡോഗ്? ഈലിൻ്റെ പ്രത്യേകത എന്താണ്? റെഡി അല്ലേ? ഒന്ന് പോസ് ചെയ്ത് എഴുതി വെക്കണേ, എഴുതണേ. റൈറ്റ്. നമ്മൾ എഴുതിയതിന് ശേഷം അത് കാണേണ്ടത്. നമുക്കറിയാം പ്രൊട്ടാഗണിസ്റ്റ് വാങ്ക സുഗോവാണ്. പ്ലേസ് എവിടെയാണ്? ആലിയാക്കിൻ്റെ ഷോ മേക്കേഴ്സ് ഹൗസാണ്. ടൈം ക്രിസ്മസ് ഈവാണ്. ഫാമിലി ആകെ അദ്ദേഹത്തിന് അവർക്ക് ബാക്കിയുള്ളത് ആര് മാത്രമാണ്? ഗ്രാൻഡ് ഡാഡ് മാത്രമാണ്. നോ മമ്മി, നോ ഫാദർ ഓർ നോ മദർ. മാനസികാവസ്ഥ സാഡ് ആൻഡ് ഡിപ്രസ്ഡ് ആണ്. എന്തൊക്കെയാണോ ചെയ്യുന്നത്? ടേക്സ് എ ബോട്ടിൽ ഓഫ് ഇങ്ക് ആൻഡ് എ പെൻ ഫ്രം ദ കബർഡ്, സ്പ്രെഡ്സ് ഔട്ട് എ ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് സ്റ്റാർട്ട്സ് റൈറ്റിംഗ് എ ലെറ്റർ. ക്ലിയർ അല്ലേ മക്കളെ അത്? ഓക്കെ. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ഡോഗ് ഈൽ? ഈൽ ഹാഡ് എ ബ്ലാക്ക് കോട്ട് ആൻഡ് ലോങ് വീസിൽ ലൈക്ക് body. He was wonderfully respectful and insinuating. He turned the same appealing glance on friends and strangers alike, but he inspired confidence in no one. His differential manner and docility were pretexts for his cunningness and hostility. He was extremely mischievous. Ready അല്ലേ? ഈ കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട. ഞാൻ അർത്ഥം പറയുമ്പോൾ വിശദീകരിക്കും, കൂടുതൽ കിട്ടും ചെയ്യും. റെഡി അല്ലേ? ഓക്കെ. ഷാൽ വി ഡിസ്കസ് ദ സ്റ്റോറി ഇൻ ഡീറ്റെയിൽ? ചർച്ച ചെയ്യല്ലേ ഒന്നായിട്ട്? മക്കളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. അപ്രൻറ്റിസ് മീൻസ്, ഇംഗ്ലീഷ് മീനിങ് ഇവിടെ ഉണ്ട്. 2 അർത്ഥമുണ്ട്. അപ്രൻറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് പഠിക്കുന്ന ആൾ അപ്രൻറ്റീസ് എന്ന് പറയും. ആ പഠിക്കുക എന്നതിനും എന്ത് പറയും? അപ്രൻറ്റീസ് എന്ന് പറയും. ഒരു ആളുടെ കീഴിൽ നിന്നിട്ട് ജോലി പഠിക്കുക. റെഡി അല്ലേ? ഫ്ലിക്കർ എന്ന് പറഞ്ഞാൽ നന്നായി കത്തുന്ന സമയത്ത് തന്നെ അത് എന്ത് ചെയ്യുക? മിന്നിപ്പോകുന്നതിനാണ്. നന്നായിട്ട് കാറ്റടിക്കുമ്പോൾ അങ്ങനെ നമുക്കറിയാം, അങ്ങനെ പാളി വന്നിട്ട് വീണ്ടും അത് വളരെ ചെറുതായി കത്തും, വീണ്ടും പാളും, അങ്ങനെ പോകുന്നതിന് ഇംഗ്ലീഷ് മീനിങ് അവിടെ ഉണ്ട്. ഷൈൻ വിത്ത് എ ലൈറ്റ് ദാറ്റ് ഈസ് സംടൈംസ് ബ്രൈറ്റ് സംടൈംസ് വീക്ക്. ചിലപ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും, ചിലപ്പം വെളിച്ചം കുറയും. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടാണ്. ഗീവ് എ ക്വിക്ക് ഷോർട്ട് ലുക്ക്. പിയർ എന്ന് പറഞ്ഞാൽ അത് നോട്ടം തന്നെയാണ്. ടു ലുക്ക് കെയർഫുള്ളി വിത്ത് ഡിഫിക്കൽറ്റി, വളരെ ശ്രദ്ധിച്ച് നോക്കുന്നതിനാണ് പിയർ എന്ന് പറയാം. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നീണ്ടു കിടക്കുക എന്നേ അർത്ഥമുള്ളൂ. ഐക്കൺ എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ഓർ കാവിങ് ഓൺ വുഡ്, ഒരു മരത്തുമ്പിൽ കൊത്തിവെച്ചത് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തതിനെയാണ് ഐക്കൺ എന്ന് പറയുക. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഓഫ് വുഡ് ഷേപ്പ് ലൈക്ക് ഫുട്ട് യൂസ്ഡ് ഇൻ മേക്കിംഗ് ആൻഡ് റിപ്പയറിങ് ഷൂ. നമുക്കറിയാം ഷൂസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ, റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാലിൻ്റെ രൂപത്തിലുള്ള മരം കൊണ്ടുണ്ടാക്കിയ കട്ടക്കാണെന്ന് പറയാം. ലാസ്റ്റ് എന്ന് പറയാം. കിവർ എന്ന് പറഞ്ഞാൽ വിറക്കുക എന്നാണ്. കിട്ടാത്തതൊന്നുമില്ലല്ലോ, ശ്രദ്ധിക്കണേ. റൈറ്റ്. ഇനി നമുക്ക് വായിച്ചു നോക്കാം. 9-year-old വാങ്ക സുഗോ. ഹൗ ഓൾഡ് ഈസ് വാങ്ക സുഗോ? 9-year-old, 9 വയസ്സാണ് വാങ്ക സുഗോന്. ഹു ഹാഡ് ബീൻ അപ്രന്റീസ്ഡ് 3 months ago to ആലിയാക്കിൻ ദ ഷൂ മേക്കർ. വെൻ ഓർ ഹൗ ലോങ്
ഹാഡ് ഹി ബീൻ അപ്രൻറ്റീസ്, എത്ര കാലമായി അവന് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ജോലി പഠിക്കാൻ വേണ്ടിയിട്ട് അലിയാക്കിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്? 3 മാസമായി. ആൻഡ് ഹൂ ഈസ് അലിയാക്കിൻ? അലിയാക്കിൻ ഷൂ മേക്കറാണ്. ഷൂ മേക്കറായ അലിയാക്കിൻ്റെ വീട്ടിൽ 3 മാസം മുമ്പ് എന്ത് ചെയ്ത? ജോലിക്ക് വേണ്ടി ആക്കിയ, പഠിക്കാൻ വേണ്ടി ആക്കിയ വാങ്കാസുഖവും. 9 വയസ്സാണ് വാങ്കാസു. ഓക്കെ ആണല്ലോ. ഡിഡ് നോട്ട് ഗോ ടു ബെഡ് ഓൺ ക്രിസ്മസ് ഈവ്. അപ്പോൾ എപ്പോഴാണ് നടക്കുന്നത്? ക്രിസ്മസിൻ്റെ തലേന്നാണ്. അതാ ക്രിസ്മസ് ഈവ് അറിയാലോ. ബെഡിൽ പോയില്ല. എന്തുകൊണ്ടാണ്? വൈ ഡിഡ് ഹി ഗോ? എന്തുകൊണ്ടാണ് പോകാവുന്നത്? ഹി വെയിറ്റഡ് ടിൽ ഹിസ് മാസ്റ്റർ ആൻഡ് മിസ്റ്റർ ആൻഡ് സീനിയർ അപ്രൻറ്റീസസ് ഹാഡ് ഗോൺ ടു ചർച്ച്. അവരെല്ലാവരും പോകുന്നവരെ കാത്തു നിന്നു. എന്നിട്ട് അവൻ എന്തോ പണിയുണ്ട്, നമുക്കത് കാണാം. ആരൊക്കെയാണ് ഇവനല്ലാതെ, വാങ്ക അല്ലാതെ വീട്ടിലുള്ളത്? മാസ്റ്റർ യജമാനുണ്ട്, യജമാനത്തിയുണ്ട്, ഇവൻ്റെ മുമ്പ് അവിടെ വന്ന സീനിയർ അപ്രൻറ്റീസസ് ഉണ്ട്. റെഡിയല്ലേ? അവരൊക്കെ വേർ ഹാഡ് ദേ ഗോൺ? അവരൊക്കെ ചർച്ചിൽ പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്തരം കുട്ടിക്ക് ക്രിസ്മസ് പോലും ഇല്ല, മെയിൻ സ്ട്രീമിൽ അവരില്ല, നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയാണ്, അത്രയും രീതിയിലാണ് അവർ പരിഗണിക്കപ്പെട്ടിരുന്നത്. റെഡിയല്ലേ? ആൻഡ് ദെൻ ടുക്ക് ഫ്രം ദ കബർഡ് എ ബോട്ടിൽ ഓഫ് ഇങ്ക്. എന്തൊക്കെ അവൻ എടുത്തത് കബോർഡിൽ നിന്ന്? ഒരു കുപ്പി മഷി എടുത്തു. പെൻ വിത്ത് റസ്റ്റി നിബ്, തുരുമ്പിച്ച നിബുള്ള ഒരു പേന എടുത്തു. സ്പ്രെഡ് ഔട്ട് എ ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ. ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ വിത്ത് മെനി ഫോൾഡ്സ്. നമുക്ക് മുമ്പ് പഠിച്ചതാണ്. നമ്മൾ ഗ്രാൻഡ് പൻ്റെ ആരുടെ മാത്തൻ്റെ ഗ്രാൻഡ് പൻ്റെ അടുത്തുള്ള കെർച്ചീഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റെഡിയല്ലേ? ക്രംബിൾഡ്, ഫോൾഡഡ് മെനി ടൈംസ്. എന്ത് ചെയ്ത? റിങ്കിൾഡ് എന്നൊക്കെ അർത്ഥം. എന്ത് ചെയ്ത? മടങ്ങിയ, ചുളുങ്ങിയ എന്നൊക്കെ അർത്ഥം. പേപ്പർ എടുത്തു. ആൻഡ് വാസ് ഓൾ റെഡി ടു റൈറ്റ്. എഴുതാൻ റെഡിയായി. റെഡിയല്ലേ? ബിഫോർ ട്രേസിംഗ് ദ ഫസ്റ്റ് ലെറ്റർ ഹി ഗ്ലാൻസ് സെവറൽ ടൈംസ് ആങ്ഷ്യസ്ലി അറ്റ് ദ ഡോർ ആൻഡ് വിൻഡോ. എഴുതാൻ പോകുമ്പോൾ വാട്ട് ഡിഡ് ഹി ഡു? എന്താ ചെയ്തത്? ട്രേസ് ഇവിടെ റൈറ്റ് എന്ന് അർത്ഥമുള്ളൂ കേട്ടോ. ഫസ്റ്റ് ലെറ്റർ എഴുതുന്നതിന് മുമ്പ് തന്നെ അവൻ ഒരുപാട് വട്ടം ഉത്കണ്ഠയോട് കൂടി ജനലിൻ്റെയും വാതിലിൻ്റെ അടുത്തേക്ക് നോക്കി. എന്തിനായിരിക്കും നോക്കിയിട്ടുണ്ടാവും? ആരും വരുന്നുണ്ടോ എന്ന് അറിയാൻ. റെഡിയല്ലേ? പിയേർഡ് അറ്റ് ദ ഡാർക്ക് ഐക്കൺ. ആ ഇരുണ്ട രൂപത്തിലേക്ക് ഇങ്ങനെ എന്ത് തുറിച്ചു നോക്കി. വിത്ത് ഷെൽഫ്സ് ഹോൾഡിങ് കോബ്ലേഴ്സ് ലാസ്റ്റ്. അതിലേതുണ്ട്? ആ ഷെൽഫുണ്ട്, അതിമേലേത് വെച്ചിട്ടുണ്ട്? കോബ്ലർ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ, മരക്കട്ടയാണ് ഇത് വെക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ നമ്മൾ കണ്ടു ആ പിക്ചറിൽ. സ്ട്രെച്ചിങ് ഓൺ ഏത് സൈഡ് ഓഫ് ഇറ്റ്. ആ ഇക്കൻ്റെ 2 ഭാഗത്തേക്ക് അതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഷെൽഫ്. ആ ഷെൽഫ് ആ പിക്ചർ തന്നെ, ആ പിക്ചറിൽ കണ്ട അതേ സാധനം. ആ ഷെൽഫുമേൽ ഏതുണ്ട്? ലാസ്റ്റ് ഉണ്ട്. റെഡിയല്ലേ? എന്നിട്ട് ആൻഡ് ഗേവ് എ ക്വിവറിങ് സൈ. ആങ്സൈറ്റിയും ഡിസ്ട്രസ്സും കാണിക്കുന്നത് അത് ഒരു വിറയലോട് കൂടുതൽ നിശ്വാസം പുറത്ത് വിട്ടു. അറിയാലോ എന്നും പറഞ്ഞിട്ട് അവനത് നിശ്വാസം വിട്ടു. ദ പേപ്പർ ലേ ഓൺ ദ ബെഞ്ച്. പേപ്പർ അവിടെ ഉണ്ട്, ബെഞ്ചിന്മേലുണ്ട്. ആൻഡ് വാട്ട് വാങ്ക ഡു? ഹി നെൽറ്റ് ഓൺ ദ ഫ്ലോർ അറ്റ് ദ ബെഞ്ച്. ബെഞ്ചിൽ മുട്ടുകുത്തി, തറയിൽ മുട്ടുകുത്തിയിട്ട് നിന്നു. അറിയാലോ, ലേ എന്ന് പറഞ്ഞാൽ കിടന്നു എന്ന അർത്ഥം. ലൈ, ലേ, ലേ എന്നുള്ള ലേ ആണത്. 3 രീതിയിൽ ലേ വരാൻ ശ്രദ്ധിക്കണേ. ലൈ, ലൈഡ്, ലൈഡ് നുണ പറയാന്നാണ്. ലൈ, ലേ, ലൈൻ എന്ത് ചെയ്യാന്നാണ്? വെക്കുക എന്നാണ്. അല്ല, കിടക്കുക എന്നാണ്. കിടക്കുക എന്നാണ്. ലേ, ലൈഡ്, ലൈഡ് എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ്. അപ്പം മാറരുത് കേട്ടോ. അപ്പം കത്ത് തുടങ്ങണം. എങ്ങനെ തുടങ്ങുന്നത്? ഹൗ ഡസ് ഹി സ്റ്റാർട്ട് ദ ലെറ്റർ? ഡിയർ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റന്റൈൻ മാക്കറിച്ച്. പ്രിയപ്പെട്ട വലിയച്ഛ, അച്ഛൻ്റെ പേരാണ് പറയുന്നത്. കോൺസ്റ്റന്റൈൻ. ഹു ഈസ് ഹിസ് ഗ്രാൻഡ് ഡാഡ്? കോൺസ്റ്റന്റൈൻ മാക്കറിച്ച് ആണ്. അവൻ തുടങ്ങുകയാണ്. റൈറ്റിംഗ് എ ലെറ്റർ ടു യു. കത്തെഴുതാണ് നിങ്ങൾക്ക്. ഐ സെൻഡ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഹോപ്പ്. ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസ് ആശംസകളും പ്രതീക്ഷയൊക്കെ നൽകുകയാണ്. ക്രിസ്മസ് ആശംസകൾ നൽകുകയാണ്. ആൻഡ് ഹോപ്പ് ഗോഡ് വിൽ, അത് അങ്ങോട്ടാണ് കേട്ടോ. ഹോപ്പ് ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ മതി. അതാണ് ഗ്രീറ്റിംഗ് വേറെ, ക്രിസ്മസ് ഗ്രീറ്റിംഗ്. ആൻഡ് ഹോപ്പ് ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്. ഓക്കെ. ഐ ഹാവ് നോ, അതൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ. അച്ഛനില്ല. നോ മമ്മി, അമ്മയില്ല. ആൻഡ് യു ആർ ഓൾ ഐ ഹാവ് ലെഫ്റ്റ്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളാണ്, വേറെ ആരും എനിക്കില്ല. എല്ലാവരും എന്നെ വിട്ട് പോയിട്ടുണ്ട്. റെഡിയൽ? നിങ്ങൾ മാത്രമേ ഈ ലോകത്ത് എനിക്കുള്ളൂ. റൈറ്റ്? ഓക്കെ. നാവ് വാക്കുകൾ ശ്രദ്ധിക്കാദ്യം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പതിയുമ്പാണ്, നമുക്കറിയാം. ഇംഗ്ലീഷ് മീൻ നോക്കിയതാണ്. ഫോക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഗ്രൂപ്പ് പെട്ട ആളുകളെയാണ് ഫോക്ക് എന്ന് പറയുക. ലീൻ എന്ന് പറഞ്ഞാൽ മെല്ലിച്ചിട്ടാണ്, അതായത് തടിയില്ലാത്ത ആളാണ് പക്ഷേ ആരോഗ്യവാനാണ്. ബ്ലിയറി എന്ന് പറഞ്ഞാൽ കണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ ടയേർഡ്, റെഡ് ആൻഡ് വാട്ടറി എന്നാണ്. ചെമന്ന കലങ്ങിയ രൂപത്തിലുള്ള കണ്ണുകളാണ്. കുടിയന്മാരെ കണ്ണുകൾ നമ്മൾ നല്ലോണം യാത്ര ശീലിച്ചാലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുടിയന്മാരെ കണ്ണുകൾ അങ്ങനെ ഉണ്ടാവുക. റാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നൊരു സൈസ് മരം കൊണ്ടുണ്ടാക്കിയൊരു സാധനമാണ്. ഡ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുരിഞ്ഞാന്നാണ്. ഓൺ അക്കൗണ്ട് ഓഫ് സംതിങ്, അത് പ്രയോഗമാണ് കേട്ടോ. കാരണമായിട്ട്, ബിക്കോസ് ഓഫ് സംതിങ് എന്ന അതിൻ്റെ അർത്ഥം. വീസൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സസ്തനി ജീവിയാണ്. നമ്മുടെ കീരിൻ്റെ ഒക്കെ മാതിരത്തൊരു ജീവിയാണ്, ഒരു തരം കീരിയാണ്. നമുക്ക് കാണാം, ചിത്രം കാണാം. ഇൻസിനുവേറ്റ് എന്ന് പറഞ്ഞാൽ ടു സക്സീഡ് ഇൻ ഗെയിനിങ് സംബഡീസ് അഫെക്ഷൻ. മറ്റുള്ള സ്നേഹം പിടിച്ചു പറ്റാനുള്ള കഴിവിനാണ്
ഇൻസിനുവേറ്റ് എന്ന് പറയാം. അപ്പീലിംഗ് എന്ന് പറഞ്ഞാൽ ആകർഷകമായ, താല്പര്യം ഉണ്ടാക്കുന്ന എന്നൊക്കെയാണ് അപ്പീലിങ്ങിൻ്റെ ഇവിടുത്തെ അർത്ഥം. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബഹുമാനം കാണിക്കുന്ന എന്നാണ്, പെരുമാറ്റാണ്. ഡോസിലിറ്റി എന്ന് പറഞ്ഞാൽ അൻസറിന്, അതായത് മറ്റുള്ളവർ പറയുന്ന ഒരു വിധേയത്വം, വല്ലാത്ത എന്ത് പറയുന്നതും കേൾക്കാൻ റെഡിയാന്നുള്ളൊരു രൂപത്തിലുള്ളൊരു സാഹചര്യത്തിനാണ് ഡോസിലിറ്റി എന്ന് പറയാം. ഡൊസൈലാണെങ്കിൽ റെഡി ടു ആക്സെപ്റ്റ് അജക്റ്റീവ് ആകുമ്പോൾ. പ്രിടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഉദ്ദേശം കാരണം മറച്ചു വെക്കുന്ന ഒരു നാട്യം, അതിനാണ് പ്രിടെക്സ്റ്റ് എന്ന് പറയാം. ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ശത്രുതയാണ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിൽ വിദഗ്ധമായ അവസ്ഥക്കാണ് അഡപ്റ്റ് എന്ന് പറയാം. സ്ലാഷ് എന്ന് പറഞ്ഞാൽ മൂർച്ചുള്ള ആയുധം കൊണ്ട് മുറിക്കുന്നതിനാണ് സ്ലാഷ് എന്ന് പറയാം. സ്ട്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കി കൊല്ലാൻ വേണ്ടി കെട്ടിത്തൂക്കുന്നതിനാണ് സ്ട്രിങ് അപ്പ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? വീസിൽ ഈ ജീവിയാണ് വീസിൽ, കീരി പോലുള്ളൊരു സാധനം, വളരെ നീണ്ടൊരു സാധനമാണ്. ഇതേപോലെ ആയതുകൊണ്ടാണ് ഈലിന് ആ പേര് വന്നത്. റെഡി അല്ലേ? ഓക്കെ, ചർച്ച ചെയ്യാം നമുക്ക്. വാട്ട് ഡിഡ് ഹി ഡു? ഹി റൈസ്ഡ് ഹിസ് ഐസ് ടു ഡാർക്ക് വിൻഡോ പെയിൻ. കണ്ണുങ്ങ ഉയർത്തിയിട്ട ഇരുണ്ട വിൻഡോ പെയിൻ, വിൻഡോ ഗ്ലാസ് ആണ് മക്കളെ. നമുക്കറിയാലോ വിൻഡോ ഫ്രെയിം, വിൻഡോ പെയിന്, പിന്നെ വിൻഡോ സില്ല്, ഇങ്ങനെ കുറേ വാക്കുകൾ വിൻഡോയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ വിൻഡോ പെയിൻ എന്ന് പറയുന്നത് എന്താ? ഗ്ലാസ് ആണ്. ആ ഗ്ലാസ്സിൽ എന്ത് കാണാൻ പറ്റും? വാട്ട് ഹി സീ ദർ ഇൻ വിത്ത് ദ റിഫ്ലക്ഷൻ ഓഫ് കാൻഡിൽ ഫ്ലിക്കേഡ്. നമ്മളിങ്ങനെ പിന്നെ മെഴുതി കത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഗ്ലാസ്സുമ്മിൽ അതിങ്ങനെ എന്ത് ചെയ്യും? മിന്നിക്കൊണ്ടിരും. മിന്നാന്ന് പറഞ്ഞാൽ നല്ല ഇതിൽ ഉഷാറിൽ കത്തും, പിന്നെ കുറച്ച് എന്ത് ചെയ്യുമ്പോൾ തെളിഞ്ഞ് കത്തും, തെളിച്ചം കുറഞ്ഞ് കത്തും. അങ്ങനെ അതിൻ്റെ പ്രതിബിംബമുണ്ട്, അതിങ്ങനെ നോക്കി. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഇത് എഴുതുമ്പോൾ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സിലിങ്ങനെ വരും, അതറിയാലോ. ഇൻ ഹിസ് ഇമാജിനേഷൻ ഈ ഡിസ്റ്റിങ്ക്ട്ലി സോ ഹിസ് ഗ്രാൻഡ് ഡാഡ്. അവൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ആര് വന്നു? ഭാവനയിൽ ഗ്രാൻഡ് ഡാഡ് വന്നു. റെഡി അല്ലേ? കാണാൻ പറ്റി. അവന് ഇമാജിനേഷൻ ഭാവനയാണ്. ഡിസ്റ്റിങ്ക്ട്ലി, ക്ലിയർലി എന്നാണ്. കൺസൾട്ടിങ് മാക്രിച്ച് വന്നു. അതായത് അത് മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ചു, അത്രേ അർത്ഥമുള്ളൂ. അത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ. എന്താ അദ്ദേഹത്തിന് പണി? പിന്നെ ജിവാറേവ് എന്ന് പറയുന്ന ഒരു പ്രഭു കുടുംബാവണം, അല്ലെങ്കിൽ ഒരു ജനറൽ ഫോക്ക്, അവിടുത്തെ ഒരു അപ്പർ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ്. അവരുടെ എസ്റ്റേറ്റിലെ എന്താണ് ആ വാച്ച്മാൻ, നൈറ്റ് വാച്ച്മാനാണ്. ഹി വാസ് സ്മോൾ, ചെറിയ ആളാണ്. ലീന് നമ്മൾ പറഞ്ഞു, മെലിഞ്ഞിട്ടാണ്, പക്ഷെ ആരോഗ്യവാനാണ്. ഓൾഡാണ്. എത്ര വയസ്സുണ്ട്? 65 വയസ്സോളം ഉണ്ട്. ബട്ട് റിമാർക്കബിളി, പക്ഷെ എത്ര വയസ്സായെങ്കിലും, അതുകൊണ്ടാണ് എടുത്ത് പറയാനുള്ള കാരണം അതാണ്, ലൈവ്ലി, വളരെ സജീവത, ഉഷാറുള്ള ആളാണ്. ആൻഡ് എ ജയിൽ, ഓടാനും ചാടാനും കഴിയുന്ന ആളാണ്. പഠിച്ചത് അതൊക്കെ ഒരുപാട് പാടത്ത് പഠിച്ചിട്ടുള്ളത്. വിത്ത് എ സ്മൈലിംഗ് ഫേസ്, എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. ആൻഡ് ഐസ് ബ്ലിയറി വിത്ത് ഡ്രിങ്ക്, കുടികാരനായിട്ട് കണ്ണുകൾ ചമന്ന് കലങ്ങിയിട്ടുണ്ട്. റെഡി അല്ലേ? എപ്പോഴും വാട്ടറിയാണ്, ചമന്നിട്ടാണ്. ഡേ ടൈമിൽ അദ്ദേഹത്തിന് എന്താ പണി? എയ്തർ സ്ലെപ്റ്റ് ഇൻ ദ കിച്ചൺ, അറ്റ് ദ കിച്ചണിൽ കിടന്നുറങ്ങും, രാത്രി ജോലിയാണല്ലോ. ആൻഡ് ഓർ സാറ്റ് ജോക്കിംഗ് വിത്ത് കുക്ക് ഓർ കിച്ചൺ മെയ്ഡ്, കുക്കിനോടോ അല്ലെങ്കിൽ കിച്ചൺ മെയ്ഡിനോ തമാശ പറഞ്ഞ് അങ്ങനെ കൂടും. ഇൻ ദ നൈറ്റ് ഈ റാപ്ഡ് ഹിംസെൽഫ് ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്. തണുപ്പായതുകൊണ്ട് തന്നെ ഷീപ്പ് സ്കിൻ കൊണ്ട് ഉണ്ടാക്കിയ, ചെമ്മരിയാടിൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയ കോട്ടിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ പൊതി എന്ന് പറഞ്ഞാൽ അത് ധരിക്കുന്നേ അർത്ഥമുള്ളൂ. ഒരു വാക്ക് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ് സൗണ്ടിങ് റാറ്റിൽ. അദ്ദേഹത്തെ റാറ്റിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് എസ്റ്റേറ്റിൽ ചുറ്റും ഇങ്ങനെ നടക്കും. 2 പട്ടികൾ, ആരൊക്കെയാണത്? ഈലും കാസ്റ്റങ്കിയാണ്. വുഡ് ഫോളോ ഹിം, അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോവും. വിത്ത് ഡ്രൂപ്പിംഗ് ഹെഡ്സ്, തല താഴ്ത്തിക്കൊണ്ട്. ഈൽ വാസ് നെയ്മഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ബ്ലാക്ക് കോട്ട്. ബ്ലാക്ക് കോട്ട് കാരനായിട്ടാണ് ആർക്ക് പേര് കിട്ടിയത്? ഈലിന് പേര് കിട്ടിയ. ബ്ലാക്ക് കോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഫറാവാം. റെഡി അല്ലേ? നല്ല കറുത്ത ഫർ ഉണ്ടാവാം. റെഡി അല്ലേ? പിന്നെന്താ ഉള്ളത്? ഒരു നീണ്ടിട്ടാണ്, വളരെ നീണ്ടൊരു ശരീരമാണ്. വീസലിനെ പോലെ നമ്മൾ കണ്ടല്ലോ, വീസലിനെ നമ്മൾ കണ്ടല്ലോ. ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുൾ ആൻഡ് ഇൻസിനുവേറ്റ്. ശ്രദ്ധിക്കണം, അവന് ആണാണ് കേട്ടോ, അതറിയണം കേട്ടോ. കാഷ്ടങ്ക എന്താണെന്നൊക്കെ പിന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വളരെ കണ്ട അവിടെ അത്ഭുതപ്പെടുത്തുന്ന രീതി, അത്ഭുതപ്പെടുത്തുന്ന ബഹുമാനം കാണിക്കുവാന് മാത്രമല്ല, റെസ്പെക്റ്റ്ഫുൾ, ബഹുമാനം കാണിക്കുന്നതാണ്. റെസ്പെക്റ്റബിൾ, ബഹുമാനിക്കത്തക്ക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് വാക്കുകൾ റെസ്പെക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ. ആൻഡ് ഇൻസിനുവേറ്റിംഗ്, കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? അവനോട് ആ ഒരു അഫെക്ഷൻ തോന്നും. ഹി ഹാഡ് ദ സെയിം അപ്പീലിംഗ് ഗ്ലാൻസ് ഓൺ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. പരിചയമുള്ളവരോട് ഇല്ലാത്തവരോടൊക്കെ ഒരേ നോട്ടാണ് അവന്. ആരും എന്തുണ്ടാക്കിയില്ല, ആത്മവിശ്വാസം ഉണ്ടാക്കിയില്ല. ഹിസ് ഡിഫറൻഷ്യൽ മാനർ, പക്ഷെ ആളങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അല്ല. ഡിഫറൻഷ്യൽ മാനർ, ബഹുമാനം കാണിക്കുന്ന പെരുമാറ്റം, അതുപോലെ തന്നെ ഡോസിലിറ്റി, അനുസരണയൊക്കെ ഒരു പ്രിടെക്സ്റ്റ് ഫോർ ഹിസ് കണ്ണിങ്നെസ്. സൂത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഹോസ്റ്റിലിറ്റിൻ്റെയും ഒക്കെ ഒരു മറക്കാനുള്ള നാട്യമായിരുന്നു അത്. റെഡിയല്ലേ? ഹി വാസ് അഡപ്റ്റ് സ്റ്റീലിംഗ്. അവൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്? മെല്ലെ വന്നിട്ട് ടു സ്നാപ്പ് അറ്റ് ഫുഡ്, കാലിൽ കടിക്കും. സ്നാപ്പിന് ശബ്ദത്തോടുകൂടി പൊട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട്. മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബൈറ്റ് എന്ന അർത്ഥം, ആ അർത്ഥം ഇവിടെ കൊടുക്കാം. കാലിൽ വന്നിട്ട് കടിക്കും. ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്, മെല്ലെ ഐസ് ഹൗസിലേക്ക് മെല്ലെ പോകും. ഓർ സ്നാച്ചിങ് അറ്റ് പെസൻറ്റ് ചിക്കൻ, കോഴിനെ പിടിക്കും.
കർഷകൻ്റെ കോയിനെ പിടിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. നല്ല പരിപാടികളാണല്ലോ അതൊക്കെ. ഹിസ് ഹൈൻഡ് ലെഗ്സ് ഹാഡ് ബീൻ സ്ലാഷ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ട്വൈസ്. അഗെയിൻ ആൻഡ് അഗെയിൻ ഒരുപാട് വട്ടം എന്ത് ചെയ്തിട്ടുണ്ടോ എൻ്റെ പിന്നിലെ കാലുകൾ. ബിഹൈൻഡ് നിന്ന് ബി പോയാൽ ഹൈൻഡായി, ഹൈൻഡ് ലെഗ് പിൻകാലുകൾ. ബിഫോർ നിന്ന് ബി പോയാൽ ഫോറായി, ഫോർ ലെഗ്സ് മുൻകാലുകൾ. അറിയാലോ, പലപ്പോഴും അത് വെട്ടിമുറിച്ചിട്ടുണ്ട് പിന്നിലെ കാലുകൾ. ട്വൈസ് ഹി ഹാഡ് ബീൻ സ്ട്രങ് അപ്പ്. 2 വട്ടം അവനെ തൂക്കി കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ഹി വാസ് ബീറ്റൺ വിത്ത് ആൻ ഇഞ്ച് ഓഫ് ഹിസ് ഡെത്ത് എവരി വീക്ക്. ഓരോ ആഴ്ചയും ചാവാനാന്നവരെ അവൻ അടി കൊടുക്കും എന്ന് പറഞ്ഞാൽ മരണേറ്റ് അടുക്കുന്നവരെ, അതാണ് ഇഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ജീവൻ പോകുന്നവരെ അടി കൊടുക്കും. പക്ഷേ ഹി സർവൈവ്ഡ് ഇറ്റ് ആൾ. ഒക്കെ ഓൻ എന്ത് ചെയ്യും, അതിജീവിക്കും. റെഡി അല്ലേ മക്കളെ? റൈറ്റ്. നൗ രസകരമായ കഥയാണ്, മെയിൻ ഐഡിയാസാണ്. നിങ്ങൾ വായിച്ച് എഴുതുമല്ലോ, സിമ്പിളാണ്, എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. വായിച്ച് എഴുതിയെടുക്കണേ. സിമ്പിളാണ്, അത് പറയേണ്ട ആവശ്യമില്ല, അത്രയും സിമ്പിളാണ്. ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്നാൽ എഴുതിയെടുക്കണം കേട്ടോ. നൗ സാമ്പിൾ ഡിസ്കോഴ്സാണ്, പ്രൊഫൈലാണ് ആൻഡൻ ജക്കോവിൻ്റെ. നമുക്കറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് അതിലും കൂടുന്നില്ല. നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചു നോക്കണം. ആദ്യം ഇത് ചോദ്യം എഴുതിയിട്ട് ഉത്തരം എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യണം, സാമ്പിൾ ആൻസർ കാണുക. ആൻഡൻ ജക്കോവ് വാസ് ബോൺ ഓൺ 29th January 1860. He was a famous Russian playwright and short story writer. His wife was Olga Nipper. His important works are Three Sisters, The Cherry Orchard, and The Lady with the Dog. He passed away on July 15, 1904. Clear this? Right. Now another one. Write a short description of grandfather Konstantin Makarich. നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള അതൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ എഴുതി നോക്കണം. അതിലുണ്ട്, അതേപോലെ നമ്മളെ ബുക്കിലുണ്ട്. അതൊന്ന് ചെറിയ മാറ്റം വരുത്തി എഴുതുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ ദി സാമ്പിൾ ആൻസർ. റൈറ്റ് ഡിയേഴ്സ്? റൈറ്റ്. നൗ നെക്സ്റ്റ് വൺ ഈസ് എ പോസിബിൾ ഡിസ്കോഴ്സ് ഈസ് ദർ. ദാറ്റ് ഈസ് സപ്പോസ് അലിയാക്കിൻ റിട്ടേൺഡ് വെൻ വാങ്ക വാസ് റൈറ്റിംഗ് ദ ലെറ്റർ. ഇവന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അലിയാക്കി മടങ്ങി വരികയാണ്. അപ്പോൾ എന്തായിരിക്കും കോൺവെർസേഷൻ ഉണ്ടാവുക? സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റെഡി അല്ലേ? നൗ ഡിയേഴ്സ്, hope you have learned what we have discussed. Thank you for watching. If you haven't subscribed yet, please subscribe. Meet you again. Till then, goodbye.